ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇന്നലെ നൈറ്റത്തെ സ്റ്റേ കഴിഞ്ഞു, രാവിലെ മോർണിംഗ് ആയി. മോർണിംഗ് വ്യൂ എന്ന് പറയാൻ കോട കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 6 മണിക്ക് നീച്ചതുകൊണ്ട് നമുക്ക് കോടകളൊന്നും ശരിക്കും കാണാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ അത്ര കോട ഇവിടെ ഉള്ളൂ എന്നുള്ള അറിയില്ല. എന്തായാലും പൂണ്ടിയിൽ വന്നിട്ട് അതിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് ഇവിടുത്തെ വ്യൂ എന്താണെന്നുള്ളത്. കുറേ നല്ല അടിപൊളി ഏരിയാസ്, അതേപോലെ വാട്ടർഫോള്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ റിസോർട്ട്, ഇതിൻ്റെ പേര് ഹെവൻ വാലി. ഈ റിസോർട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാൻ കഴിയും. ആ വ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം. ജസ്റ്റ് നിങ്ങളതിനെ നോക്കി. അല്ല ഗൈസ്, ഇതാണ് ഇവിടുത്തെ വ്യൂ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കപ്പിൾ ഫോട്ടോസും പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നേരെ ചെക്കൗട്ട് ചെയ്യും. പിന്നെ ഇവിടെ പൂണ്ടി തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. അങ്ങോട്ടൊക്കെ പോയതിന് ശേഷം ഇനി എന്താ പ്ലാൻ, ഇനി വീട്ടിലേക്ക് പോവുകയാണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ഇനി അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഇതവരൊരു കോട്ടേജ് ആട്ടോ. ഈ കോട്ടേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 9 ആൾക്കാർക്കൊക്കെ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ബാച്ചിലേഴ്സ്, അതേമാതിരി ഫാമിലി, അവർക്ക് വേണ്ടിയിട്ടുള്ള കോട്ടേജാണ്. നല്ല ആംബിയൻസ് ആട്ടോ. ആംബിയൻസ് ഹെവൻ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഒരു ഹെവൻ തന്നെ കേട്ടത്. ഈ റിസോർട്ടിൽ ഏകദേശം ഒരു 5 കോട്ടേജുകളുണ്ട് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അത്രയും വൈബായിരുന്നേ. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പൊക്കെ മാറി നല്ല സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ ചൂടും കുറഞ്ഞ രീതിയിൽ തണുപ്പും കൂടി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക തരം ഫീലാട്ടോ. എനിക്കിവിടെ വന്നതിൻ്റെ ശേഷം നെഗറ്റീവായി തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സർവീസ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. കാരണം നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് കിട്ടാനുള്ള പ്രയാസമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനൊരു ഏരിയയിൽ വരുമ്പോൾ നമുക്ക് സിമ്മും കാര്യങ്ങളൊക്കെ കട്ടാവും. നെറ്റ്വർക്കോ കോൾ ചെയ്യാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവരിവിടെ എന്തായാലും ഒരു വൈഫൈ പ്രൊവൈഡ് ചെയ്യുമല്ലോ. ആ വൈഫൈ പോലും നമുക്ക് കിട്ടാത്ത സിറ്റുവേഷനിലായിരുന്നു. കാരണം 2 വൈഫൈ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇവിടുത്തെ തന്നെ കസ്റ്റമർക്കും ഒന്ന് അവർ പേഴ്സണൽ ജീവനക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ വൈഫൈ എന്തുകൊണ്ടോ പൈസ ഇല്ലാത്തതാണോ ഇവർ അത് റീചാർജ് ചെയ്യാത്തതാണോ ഒരു ഐഡിയ ഇല്ല. നമുക്ക് വൈഫൈ ഒന്നും കിട്ടില്ല. നമുക്കൊന്ന് വീട്ടിലേക്ക് കോൾ ചെയ്യാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു കേട്ടോ ഇന്നലെ. പിന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറും കാര്യങ്ങളൊന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഗ്യാങ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താലേ ഇവർ ചെയ്യുള്ളൂ കേട്ടോ. നമ്മളെ പാക്കേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂമിൻ്റെ ചാർജ് മാത്രമാട്ടോ അവർ പറയണത്. അതിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ബാക്കി എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ ഇവർ നമുക്ക് ചെയ്തു തരുവേ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ കോട്ടേജ് കേട്ടോ. ഇവിടെ 2 റൂമാണ് കേട്ടോ ഉള്ളത്. ഗൈസ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഫുഡ് എന്താണെന്ന് നോക്കാം. അതാട്ടോ അവരുടെ ഫുഡ് കോർണർ. ഇതിൻ്റെ ഉള്ളിലാണ് ടേബിളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോട്ടേജാണ്. ഓ, ഞങ്ങളുടെ ഫുഡ് കഴിക്കാനായിട്ട് സെറ്റായില്ലേ. ഫുഡ് മുഖ്യം വെക്കില്ലേ. അല്ല, സാധനം എത്തിയിട്ടില്ല. അതിൻ്റെ മുന്നേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട്. അല്ല, കൈ കഴുകണില്ലേ? എപ്പോ ഗൈസ് ഇവിടെ വന്നതിന് ശേഷം കൈ കഴുകുക, വെള്ളം തന്നെ സാധനം കണ്ടിട്ടില്ല. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇരുത്തിരിക്കാണ്. വെള്ളമൊന്നും വേണ്ടപ്പോ കൈയൊക്കെ പോയിട്ട്. എന്താ സ്പെഷ്യൽ നോക്കട്ടെ. ഇതെന്താ സാധനം? സ്വീറ്റ്സാ? സ്വീറ്റ്സ് ആയിട്ടുണ്ടോ തോന്നുന്നില്ലേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, സാമ്പാർ, ചട്നി അങ്ങനെ ഐറ്റംസാണ്. കാരണം നമുക്ക് ഏറ്റവും ഇപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ വയറിന് ഏറ്റവും സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഇങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫുഡ് ചൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇവർ എക്സ്ട്രാ നമുക്ക് സ്വീറ്റ്സ് ആയിട്ട് കേസരി ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കേസരിയാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ കഴിച്ച് കഴിഞ്ഞാലാണ് അത് കേസരിയാണെന്നൊക്കെ മനസ്സിലായത് കേട്ടോ. ഫുഡൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്നിടത്തിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ അങ്ങനെ ഹൈപ്പ് കൊടുക്കാൻ മാത്രമുള്ള ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും ഒരു മീഡിയം ലെവലിൽ നല്ലൊരു അടിപൊളി ഫുഡൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ദോശയും പിന്നെ ചപ്പാത്തി അങ്ങനെ എല്ലാ ഐറ്റംസൊന്നും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നല്ലോണം വിശക്കുമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫിനിഷ് ആക്കിയതിന് ശേഷം നമ്മൾ ഇനി മധുരത്തിനായി കുറച്ച് കേസരി എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇതില്ലേ റവ തോന്നും. ഗൈസ്, നമ്മളങ്ങനെ ഫ്രഷായി നമ്മളിവിടുന്ന് വെക്കറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റി ഒരുങ്ങി
ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പൂണ്ടി തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. കൂക്കാൽ ഇവിടെ അടുത്താണ്. കൂക്കാൽക്ക് ഇവിടെ കുറച്ച് കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ പൂണ്ടിന്ന്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇവിടെ കുറച്ചൊക്കെ സ്ഥലങ്ങളുണ്ട് തോണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നേരെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നതാണ്. എന്തായാലും നാട്ടിലെത്തുമ്പോൾ ഏകദേശം രാത്രിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടു പോകണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങാം. ഗൈസ്, ഈ റിസോർട്ടിൽ നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾ ഇട്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി വ്യക്തമാവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒരു വാട്ടർഫോൾ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ റിസോർട്ടൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ പൂണ്ടിയോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ കൂക്കാൽ കാട്ടോ നമ്മൾ പോണത്. പൂണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ്സ് എങ്ങാണ്ടുള്ളൂ കേട്ടോ കൂക്കാലിലിട്ട്. നമ്മളിപ്പോൾ കൂക്കാലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് പുറമെ നല്ലൊരു വാട്ടർഫോളും ഇവിടെ ഉണ്ട് എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ കടകളൊക്കെ നോക്കട്ടോ, ചെറിയ കടകൾ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഹോംസ്, ചെറിയ കുടിലാണ് ഇവിടെ കാണാൻ കഴിയും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് കേട്ടോ ഇത്. ഇതൊക്കെ ഒറ്റ വീടാട്ടോ ഗൈസ്. കണ്ടോ, നിറച്ച് ഫോഗ്. This is not Scotland, this is Kookal. Guys, this is Kookal. എന്താലേ സെറ്റ്. സത്യം പറഞ്ഞാലേ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഭാഗ്യമുള്ളവരാട്ടോ. ഇതൊരു ചെറിയൊരു ഗ്രാമപ്രദേശം കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂണ്ടിയിലോട് കണ്ട മാതിരി തന്നെ ഏകദേശം സാമ്യമായിട്ടുള്ളൊരു ഏരിയ ഒക്കെ തന്നെയാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുടിലുകളും കടകളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ. നമ്മളിപ്പോൾ പോണത് ഭയങ്കര ഫോഗ് നിറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടേക്കാട്ടോ. നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം വ്യൂ ഇവിടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും ടൂറിസ്റ്റ് ആൾക്കാരാട്ടോ ഇവിടെ നിറയെ ഉള്ളത്. കുറേ ആൾക്കാർ പല സ്ഥലത്തുകളായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വാട്ടർഫോളിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു വ്യൂ മാത്രം കണ്ടിട്ട് തിരിച്ച് വരാമെന്ന് വെച്ചിട്ട് പോയതാട്ടോ. നമ്മൾ കാണാൻ വിചാരിച്ചിരുന്ന വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഓണർ ആട്ടത്. ഇയാൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല, വേറെ ഒന്നുകൊണ്ടല്ല. ഇയാൾ ഇത്രയും ടിക്കറ്റിന് ചാർജ് പറയുന്നുണ്ട്. ഒരാൾക്ക് 50 അങ്ങാണ്ട് രൂപ പറയുന്നത്. ആ രൂപ കൊടുത്താൽ മാത്രം ഇയാൾ കടത്തി വിടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. நீங்க வேணா ஒரு இடத்த வாங்க, செட்டப் பண்ணுங்க, ஃபேமிலியோட வந்து பாருங்க. எത്ര സെന്റ് വരെ இருக்கு? எல்லா சென்றும் இருக்கு. ரோட்ல எல்லாம் 1 ലക്ഷം രൂപ വരെ கிடைக்கும் വാങ്ങുங்க. ഇത് കൂക്കലത്തെ ഒരു ഗ്രാമത്തിലൊരു ഏരിയയാണ്. ഭയങ്കര വ്യൂവും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി 1 കിലോമീറ്റർ നടക്കണം. പിന്നെ ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞ് തന്നെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആ വ്യൂ നല്ല അത്യാവശ്യം കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങോട്ട് കയറണമെങ്കിൽ ഒരാൾക്ക് 50 റുപ്പീസാണ് ചാർജ് വരുന്നത്. ആക്ച്വലി അപ്പോൾ അങ്ങോട്ട് ഈ കൂക്കലൊക്കെ കാണാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് കയറണമെങ്കിൽ 50 റുപ്പീസാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അല്ലാതെ ആ ക്യാഷിന് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ പോലും ഡിസ്കൗണ്ട് തരണമെന്നല്ല, പക്ഷേ നമ്മളോട് ട്രീറ്റ് ചെയ്യുന്ന രീതി അത് വളരെ മോശമായിട്ടാണ്. അവർക്ക് ഇപ്പോൾ ഇതാണ് തോന്നുന്നുണ്ട്, അവർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അവർ വേറെ പണിക്കൊന്നും പോവാതെ ഇതിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. മാക്സിമം ഒരു 30 റുപ്പീസൊക്കെ ആണെങ്കിൽ ചാർജെങ്കിൽ കുഴപ്പമില്ല. ഇത് 50 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും 1 കിലോമീറ്ററൊക്കെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ, അതായത് ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് കയറണമെങ്കിൽ ഇത്ര എമൗണ്ട് തന്നാൽ കയറാൻ പറ്റുള്ളൂ, അല്ലാതെ വരണ്ട എന്നുള്ളൊരു ഡയലോഗൊക്കെ അടിക്കുന്നത്. അവർക്ക് പറയാം അവർ പ്രോപ്പർട്ടിയാണ്, പക്ഷെ ഒരു മയത്തിലൊക്കെ ആവല്ലതും. എല്ലാവരും ഇതേമാതിരി കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് വരുന്ന ആൾക്കാരല്ലേ. പക്ഷേ അവർ പറഞ്ഞു കയറാൻ പറ്റൂല, പൈസ ഇല്ലാതെ കയറാൻ പറ്റൂല പറഞ്ഞു. നമുക്ക് പൈസ കൊടുക്കുന്നതിനല്ല പ്രശ്നം, അവരങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പോൾ കൂക്കൽക്ക് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് വന്നാൽ മതി. കയറാൻ പറ്റാത്ത സങ്കടത്തിൽ നിൽക്കുന്ന ടീംസ്. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീൻ്റെ താഴെ ആയിട്ട് തന്നെ ഒരു പാറ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവിടെ വെച്ച് കാണാനും നല്ല രസം തന്നെയാണ്. ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്താ നോക്കാം അവസ്ഥ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ കൂടെ കുറച്ച് വേറെ കേരളയിൽ നിന്ന് തന്നെ കുറച്ച് ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കണ്ട ആൾക്കാരാണ്. ഓരായാലും അങ്ങോട്ട് ഇവർ ഡയലോഗ് അടിച്ചപ്പോൾ നേരെ താഴോട്ട് ഇറങ്ങി.
അത്യാവശ്യം നല്ല രസമുള്ളൊരു ഏരിയയാണ്. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ വേറെ ടീംസ് ഉണ്ട് കേട്ടോ. അവരും കേരളയിൽ നിന്നുള്ള ടീംസ് തന്നെയാണ്. അവരോട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് വ്യൂ ആട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൊടൈക്കനാൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആട്ടോ കൂക്കാൽ. ഇത്രയും ഹിഡൻ ആയിട്ടുള്ള പ്ലേസ് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഏത് വ്ളോഗർ ആണെങ്കിലും അവരോട് ഞാൻ താങ്ക്സ് പറയാട്ടോ. കാരണം ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇത് വല്ലാത്തൊരു നഷ്ടമായി പോയിരുന്നു കേട്ടോ. അങ്ങനെ കൂക്കാലിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണേ. ഇറങ്ങി മാറി കയറാൻ കഴിയുന്നില്ല, അത്രയ്ക്കും കിതക്കാണ്. ഒരു ഓഫ് റോഡല്ലേ, കയറ്റം ഇറക്കായിട്ട് പ്രത്യേകിച്ച് നടക്കാൻ തീരെ നടക്കാത്ത നമ്മളൊക്കെ നടക്കുമ്പോഴൊരു അവസ്ഥയെ. അവിടെ കുറച്ച് കല്ലുണ്ട്, അതുകൊണ്ട് കുറച്ച് ടൈം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് റിട്ടേൺ പോകുമെന്ന് വിചാരിച്ചേ. കിതച്ചിട്ട് വർത്താനം പറയാൻ പോലും കഴിയുന്നില്ല. ഈ ട്രാവലൊക്കെ ചെയ്ത് ഈ വ്ളോഗർമാരൊക്കെ ഒരു എന്താണ് ഗഡ്സായി ആലോചിക്കണത്. എന്തോരം താണ്ടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ബ്ലോഗർ വരുന്നു. ചത്ത് ചാവമായി ആകെ 1 കിലോമീറ്റർ തയ്ച്ച് നടന്നിട്ടില്ല. 1 കിലോമീറ്ററോ? ഇത് പറച്ചിലിന് മാത്രം 1 കിലോമീറ്റർ ഉള്ളൂ. നല്ല ദൂരമുണ്ട്. അങ്ങനെ കൂക്കാലം കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്തൊരു പ്ലേസ് വിസിറ്റ് ചെയ്യാണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ്. കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാരൊക്കെ ലൊക്കേഷൻ തപ്പി നടന്നു പോയി കണ്ടുപിടിച്ച് കഴിക്കുന്ന ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് നമ്മളെ യാത്ര. ഹോട്ടൽ ഇമ്രാൻ ബിരിയാണി. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളും കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാണ്ടല്ലോ നല്ല അടിപൊളി ബിരിയാണി. നമ്മൾ മലയാളികൾക്ക് ബിരിയാണിയുടെ പ്രത്യേകത ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുവിധം സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി ഒരുവിധം ആൾക്കാരൊക്കെ ചൂസ് ചെയ്യും. അങ്ങനെ വന്നതാട്ടോ ഇങ്ങോട്ട്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഇവിടുത്തെ മട്ടൻ ബിരിയാണി കേട്ടോ. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം 2:30 ആയതുകൊണ്ട് നമുക്ക് മട്ടൻ ബിരിയാണിക്ക് പകരം ചിക്കൻ ബിരിയാണി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണിയും മട്ടൻ ചാപ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വൈറൽ സ്പോട്ടായിട്ടുള്ള ഒരു സമൂസ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അത് നമ്മൾ ഫുഡ് കഴിച്ച ഇമ്രാൻ ബിരിയാണീൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അവിടുന്ന് ഒരു 1 കിലോമീറ്റർ എങ്ങാണ്ടോ ദൂരമുള്ളൂ. 2 ചെറിയ പയ്യന്മാരട്ടോ ഈ സമൂസ മേക്ക് ചെയ്യണത്. സമൂസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറംകാർക്ക് ഒന്നും കൂടി സിമിലർ ആയിട്ട് തോന്നും. കാരണം നമ്മളൊരു മലപ്പുറം ടച്ചാട്ടോ എനിക്ക് ആ സമൂസ കഴിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ ഇനി കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ അപ്പോൾ ഈ 2 ഫുഡ് സ്പോട്ടും മറക്കല്ല കേട്ടോ. ഇത് രണ്ടൊന്നും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ കൊടൈക്കനാലൊക്കെ മൊത്തം കണ്ടതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് റിട്ടേൺ പോവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ചെറിയൊരു പർച്ചേസിങ്, വേറെ ഒന്നുമല്ല, വീട്ടിലേക്ക് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല അല്ലാതെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ എൻ്റെ വീട്ടിലേക്കും മസ്നാൻ്റെ വീട്ടിലേക്കുള്ള ചോക്ലേറ്റ് ആട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ചുരം ഇറങ്ങാൻ പോവാണ്. അങ്ങനെ കൊടൈക്കനാലിനോട് യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സങ്കടത്തോട് കൂട്ടാട്ടോ തിരിച്ച് റിട്ടേൺ പോകുന്നത്. ഏകദേശം ഒരു 8 മണി ആയപ്പോഴത്തേന് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഒരു ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം സാവകാശം നമുക്ക് പോവാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ നാടെത്താനാകുമ്പോഴത്തേന് ഒരു 12 മണി 1 മണി എങ്ങനെ ആയാലും ആവും. കാരണം ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ കൊടൈക്കനാൽ സീരീസിൻ്റെ ഓരോ പാർട്ടും നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.